ട്രെൻഡിംഗ് നൗയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. ജാമ്യത്തിൽ തീരുമാനം വരെ അറസ്റ്റ് പാടില്ല. ഹർജി ഡിസംബർ 15 പരിഗണിക്കും. രണ്ടാമത്തെ ലൈംഗിക പീഡന പരാതിയിലും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. കേസിൽ അതിജീവിതയുടെ മൊഴിയെടുക്കാനുള്ള നീക്കത്തിൽ അന്വേഷണ സംഘം. നടൻ ദിലീപ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിലെ വിവരങ്ങൾ പുറത്ത്. താൻ വല്ലാത്ത മാനസികാവസ്ഥയിലാണെന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്നും വാദം. പുറത്തു വന്നത് ദിലീപിന്റെ പേര് കേസിൽ വരുന്നതിനു മുൻപ്. കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണം നടക്കുന്ന ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ ജില്ലാ കളക്ടറിന്റെ അധ്യക്ഷതയിൽ യോഗം. ദേശീയപാത അതോറിറ്റി റീജിയണൽ ഓഫീസർ, പ്രൊജക്ട് ഹെഡ് എന്നിവർ യോഗത്തിൽ. NHAI അധികൃതരിൽ നിന്നും വിശദീകരണം തേടും. ഗതാഗത നിയന്ത്രണങ്ങൾ തുടരുന്നു. കൊച്ചിയിൽ നിന്നുള്ള ഭൂരിഭാഗം ഇൻഡിഗോ വിമാന സർവീസുകളും റദ്ദാക്കി. ആഭ്യന്തര സെക്ടറിൽ റദ്ദാക്കിയത് ഇൻഡിഗോയുടെ 6 ഹൈദരാബാദ് സർവീസുകൾ. ചെന്നൈയിലേക്കുള്ള 5 സർവീസുകൾ മുടങ്ങി. ഇൻഡിഗോ പ്രതിസന്ധി തുടരുന്നതിനിടെ യാത്രക്കാർക്ക് ആശ്വാസ നടപടിയുമായി റെയിൽവേ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിപുലമായ അന്വേഷണത്തിന് SIT. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന ഹൈക്കോടതി വിലയിരുത്തലിൽ അന്വേഷണം വിപുലമാകുന്നു. ADGP തല യോഗം ഇന്ന്. കേരളത്തിൽ SIR സമയപരിധി വീണ്ടും നീട്ടി. ഡിസംബർ 18 വരെ എന്യൂമറേഷൻ ഫോം സ്വീകരിക്കും. കരട് വോട്ടർ പട്ടിക ഈ മാസം 23 പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക ഫെബ്രുവരി 21. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇന്ന്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിലെ വിവരങ്ങൾ പുറത്ത്. കേസിൽ ദിലീപിന്റെ പേര് ഉയരുന്നതിന് മുൻപായിരുന്നു മുഖ്യമന്ത്രിക്ക് സന്ദേശം അയച്ചത്. ചില സന്ദേശങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ദിലീപ് അയച്ചിരുന്നതായി വിവരമുണ്ട്. താൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണെന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഉൾപ്പെടെയുള്ള വാദങ്ങൾ ഉയർത്തിയായിരുന്നു ദിലീപ് മുഖ്യമന്ത്രിക്ക് സന്ദേശം അയച്ചത്. 2017 ഫെബ്രുവരി 22 രാവിലെ 9:22 ദിലീപ് മുഖ്യമന്ത്രിക്ക് മെസ്സേജ് അയച്ചത്. അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന ഭയന്നാണ് ദിലീപ് മെസ്സേജ് അയച്ചതെന്നാണ് പ്രോസിക്യൂഷൻ വാദം. വീണ്ടെടുത്ത മെസ്സേജ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ചില സന്ദേശങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ദിലീപ് അയച്ചിരുന്നതായാണ് പുറത്തുവരുന്ന വിവരം. നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 8 വിധി പറയാനിരിക്കെയാണ് വിചാരണ വേളയിലെ വിവരങ്ങൾ പുറത്തുവരുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് കേസിൽ വിധി പറയുക. സി മലയാളം ന്യൂസ്, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ വിധി പ്രസ്താവത്തിന് ഇനി 2 നാൾ മാത്രമാണുള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ നടൻ ദിലീപ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിലെ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ആദർശ് മുക്കട നൽകും. ആദർശ്, വിധി വരാൻ ഇനി 2 നാൾ മാത്രം. അതിനിടയിൽ ദിലീപിൻ്റെതായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിലെ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അത് കേസിനെ എത്രത്തോളം സ്വാധീനിക്കും എന്ന് മാത്രമല്ല, ഇപ്പോഴിത് വീണ്ടും ചർച്ചയാകുമ്പോൾ നാം എന്താണ് കരുതേണ്ടത്? അക്ഷയ്, 2017 ഫെബ്രുവരി 22 രാവിലെ 9:22 ദിലീപ് മുഖ്യമന്ത്രിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പുറമെ ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലീസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർക്കും സമാനമായ മെസ്സേജുകൾ നടൻ ദിലീപ് അയച്ചിട്ടുണ്ട്. അതായത് താൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി വല്ലാത്ത മാനസികാവസ്ഥയിലാണ്, താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, താൻ കടുത്ത മാനസികാവസ്ഥയെ അതായത് മാനസിക സമ്മർദ്ദത്തിലൂടെ ആണ് കടന്നു പോകുന്നത്, അതിന് തക്ക തെറ്റുകളൊന്നും തന്നെ താൻ
ചെയ്തിട്ടില്ല, താൻ മനഃപൂർവ്വം ചില ആളുകളാലൊക്കെ ബോധപൂർവമായ വേട്ടയാടുകൾക്ക് വിധേയമാകുന്നു എന്നടക്കമുള്ള ചില വാദങ്ങൾ ഉന്നയിച്ചിട്ടാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ പോലീസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർക്കും മെസ്സേജുകൾ ദിലീപ് അയച്ചിട്ടുള്ളത്. ഈ മെസ്സേജുകളൊക്കെ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് പറയുന്നത്, അക്ഷയ, ദിലീപ് ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലും സംശയത്തിന്റെ നിഴലിൽ പോലും അല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ചില മെസ്സേജുകൾ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും എല്ലാം നൽകിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻപ് പോലീസ് കോടതിയെ സമർപ്പിച്ച പല റിപ്പോർട്ടുകളിലെയും ചില വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിന് തുടർച്ചയായിട്ടാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്കും ചില പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർക്കും ദിലീപ് മെസ്സേജുകൾ അയച്ചതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. പ്രധാനമായും അതായത് തനിക്ക് ഈ ഒരു കേസുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല തുടങ്ങിയ വിവരങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതായത് അപ്പോഴും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ദിലീപ് ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും ചർച്ചയിൽ ഇല്ലാത്തൊരു സമയത്താണ് ഇത്തരത്തിൽ മെസ്സേജുകൾ അയച്ചത്. പ്രധാനമായും പൾസർ സുനി എന്നയാളാണ് പ്രതി എന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ദിലീപ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കും അതോ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും മെസ്സേജുകൾ അയച്ചത്. ഈ കേസിൽ അക്ഷയ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വരുന്ന 8-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച് വിധി പുറത്തു വരാനിരിക്കുന്നത്. വിധി വരുന്നതിനായി കേവലം 2 ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് വിചാരണ വേളയിലെ ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായ ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന് ചുവട് പിടിച്ചാണ് ഇപ്പോൾ വീണ്ടും അത്തരത്തിലുള്ള ചില വിചാരണ വേളയിലെ ചില വിവരങ്ങൾ, ചില പരാമർശങ്ങൾ, ചില കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതെല്ലാം പുറത്തു വരുന്നത്. വരുന്ന 8-ാം തീയതിയാണ് ഇത്തരത്തിലൊരു വിധി ഈ കേസിൽ പുറത്തു വരുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ, അതായത് ഇതെല്ലാം തന്നെ ഓൾറെഡി കോടതിയെ സമർപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോടതിയുടെ മുൻപിൽ പരിഗണനയ്ക്കുള്ള, കോടതി പരിശോധിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെയാണ്. മാധ്യമങ്ങൾക്ക് ഇത് ഇപ്പോൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റ് ഘടകങ്ങളൊന്നും തന്നെയില്ല. വരുന്ന 8-ാം തീയതിയാണ് ഈ കേസിൽ അക്ഷയ വിധി പറയാൻ പോകുന്നത്. ഒരു കാര്യം കൂടെ, ഈ ദിലീപിന്റെ പേര് കേസിൽ ഉയർന്നു കേൾക്കുന്നതിന് മുമ്പാണല്ലോ മുഖ്യമന്ത്രിക്ക് ദിലീപ് സന്ദേശം അയച്ചതെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശം മുഖ്യമന്ത്രി സ്വീകരിച്ചില്ല എന്ന് വേണ്ടേ അന്ന് മനസ്സിലാക്കാൻ? കാരണം അതിന് പിന്നീടാണല്ലോ അറസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ട് ദിലീപ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നാം കണ്ടത്. പക്ഷെ അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കുവാൻ. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു മെസ്സേജ് സംബന്ധിച്ചൊരു വിവരം നമുക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വെളിവാകുന്നത് ഇപ്പോൾ മാത്രമാണ്. അതായത് വിചാരണ വേളയിൽ കോടതിയിൽ അല്ലെങ്കിൽ അന്വേഷണ സംഘം ഇത്തരത്തിലൊരു കണ്ടെത്തൽ കണ്ടെത്തി എന്ന നിലയിലേക്കുള്ളൊരു വിവരം വിചാരണ വേളയിൽ നൽകിയൊരു വിവരം ഇപ്പോൾ മാത്രമാണ് പുറത്തു വരുന്നത്. പക്ഷെ അപ്പോഴും ആ റിപ്പോർട്ടിലൊന്നും തന്നെ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിച്ചു അല്ലെങ്കിൽ അതിനൊരു മറുപടി കൊടുത്തു എന്ന നിലയിലേക്കുള്ള വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. മുഖ്യമന്ത്രി ആ മെസ്സേജിനെ അവഗണിച്ചു എന്ന നിലയിലുള്ള, അതായത് അന്വേഷണത്തിന് ഒരു ഘട്ടത്തിൽ ഇടപെട്ടിട്ടില്ല, അന്വേഷണത്തിൻ്റെതായ നിലയിൽ മുന്നോട്ട് പോയി എന്ന നിലയിലേക്കുള്ള ഒരു വിവരമാണ് അക്ഷയ നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, ഈ നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നുവെന്ന് ഇതിനു മുമ്പ് മഞ്ജു വാര്യർ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അതിലൂടെയാണ് ഇതിനൊക്കെ ഒരു തുടക്കമിട്ടത്. പക്ഷേ ഈ പരിപാടിക്ക് ശേഷം 3-ാം ദിവസമാണ് ദിലീപ് മുഖ്യമന്ത്രിക്ക് സന്ദേശം അയച്ചത്. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ദിലീപ് മുൻകൂട്ടി ഇങ്ങനെ ഒരു അവസ്ഥയെ കണ്ടിരുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം, അല്ലേ? വേണമെങ്കിൽ അങ്ങനെ കരുതാം അക്ഷയ. അപ്പോഴും ഇത് കോടതിയുടെ മുൻപിലുള്ള ഒരു വിഷയമാണ്. 2 ദിവസങ്ങൾക്കപ്പുറത്തേക്ക് ഈ കേസിൽ വിധി വരേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ ഒരു വിഷയത്തിൽ ഈ പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം തന്നെ വിചാരണ വേളയിൽ അന്വേഷണ സംഘം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോടതിയുടെ മുൻപാകെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള വിചാരണ വേളയിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു എന്നതാണുള്ളത്. അപ്പോഴും ഈ നേരത്തെ അക്ഷയ പറഞ്ഞതുപോലെ തന്നെ സിനിമാ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ മഞ്ജു വാര്യർ ഒരു പ്രസംഗിക്കുന്നുണ്ട്. സമാനമായ പരിപാടിയിൽ ദിലീപും പങ്കെടുക്കുന്നുണ്ട്. ഈ പരിപാടിയിൽ മഞ്ജു വാര്യർ നടത്തിയൊരു പ്രസംഗം, അതിനകത്തെ ചില കാര്യങ്ങൾ, അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇത്തരത്തിൽ ദിലീപ് മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ ചില ഉന്നത ഉദ്യോഗസ്ഥർക്കും ചില മെസ്സേജുകൾ അയച്ചിട്ടുള്ളത്. വളരെ വൈകാരികമായ, അതായത് ദിലീപിന്റെ ഭാഗത്തുനിന്ന് പറയുന്ന ഒരു തരത്തിലൊരു വളരെ വൈകാരികമായ ഒരു സന്ദേശം എന്ന് തന്നെ അതിനെ പറയാം. അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യർ ചില കാര്യങ്ങൾ പറയുന്നു. പൾസർ സുനി പ്രതികൂല
പ്രതിക്കൂട്ടിലേക്ക് വരുന്നു എന്ന് ആ ഉത്തരം ഒരു സാഹചര്യം ഏതായാലും ദിലീപ് എന്ന പേര് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന ഒരു സാഹചര്യമേ അല്ലായിരുന്നു. എന്നാൽ അത്തരം ഒരു സാഹചര്യത്തിൽ ദിലീപ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് അതോടൊപ്പം തന്നെ അന്വേഷണം ഇപ്പോൾ അഭിഭാഷകൻ ശ്രീജിത്ത് പെരുമന കൂടെ നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ചേരുന്നു. ശ്രീജിത്ത് പെരുമന, ഇനി നടിയെ ആക്രമിച്ച കേസിൽ വിധി പ്രസ്താവത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 2 ദിവസം എന്ന് പറയുന്നത് അത്രത്തോളം കേരളക്കര ആകെ നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്ന ഒരു വിധിക്കായിട്ട് തന്നെയുള്ള നിമിഷങ്ങൾ തന്നെയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ദിലീപ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിലെ വിവരങ്ങൾ പുറത്തു വരുന്നത്. കേസിൽ ദിലീപിന്റെ പേര് ഉയരുന്നതിന് മുമ്പാണ് ഈ ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് സന്ദേശം അയച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ചില സന്ദേശങ്ങൾ ഈ ഒരു ഉദ്യോഗസ്ഥർക്കും അയച്ചിട്ടുണ്ട്. അതിൽ തനിക്കെതിരെയുള്ള നിഗൂഢമായിട്ടുള്ള ഒരു ഉന്നം ഇതിനു മുന്നേ എറിഞ്ഞു തുടങ്ങി എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് ദിലീപ് ഇതിലൂടെ പങ്കുവെക്കുന്നത്. എന്താണ് ദിലീപ് ഈ കത്തിലൂടെ ഉദ്ദേശിച്ചത്? മാത്രമല്ല, ഈ കത്തയച്ച് കുറച്ചു നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ 3-5 ദിവസത്തിന് ശേഷമാണ് ദിലീപിന്റെ അറസ്റ്റ് പോലും രേഖപ്പെടുത്തുന്നത്. അപ്പോൾ എന്താണ് അന്ന് സംഭവിച്ചത്? ഇപ്പോൾ ഇത് വീണ്ടും വരുമ്പോൾ നാളത്തെ കേസുമായി ബന്ധപ്പെട്ട് ഇതിനെ എങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം? നോക്കൂ, ഇതില് ഈ കത്ത് ഇപ്പൊ അയച്ചു എന്ന് പ്രോസിക്യൂഷൻ പറയുന്ന അല്ലെങ്കിൽ ഇപ്പം മാധ്യമങ്ങളിലൂടെ ചർച്ചയാക്കുന്ന ഈ കത്ത് മാത്രമല്ല, പൾസർ സുനിയുടെ കത്ത് പോലും അതിന്റെ ഒരു സാധ്യത അല്ലെങ്കിൽ ആ ഒരു എത്ര ജെന്യൂൻ ആയിട്ടുള്ള ഒരു കത്താണത്. അതിലാണല്ലോ ആദ്യമായിട്ട് ദിലീപിന്റെ അടുത്ത് പണം മേടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പരാമർശം ജയിലിൽ നിന്ന് പൾസർ അയച്ച കത്താണ്. അപ്പൊ ആ കത്ത് പോലും ഇൻ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് അതിന്റെ കോടതിയിൽ അഴിഞ്ഞു വീണ ഒരു ഫാക്ട് ആണ് അതെല്ലാം. അപ്പൊ ഒരു കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും ഇത്ര വലിയൊരു കൊട്ടേഷൻ, റേപ്പ് കൊട്ടേഷൻ ഒക്കെ കൊടുത്തതിന് ശേഷം കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, റേപ്പ് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ പൾസറിന് നേരത്തെ പണം എത്തിച്ചു കൊടുത്തിട്ട് ആ പ്രശ്നം അവിടെ ഒതുക്കുകയാണല്ലോ ചെയ്യാറ്. അത് ചെയ്തില്ല എന്നുള്ളത് അത്രയും ബുദ്ധി ഈ പറഞ്ഞ കൊട്ടേഷൻ കൊടുത്തിട്ടുള്ള ഈ ക്രിമിനൽ കോൺസ്പിറസി നടത്തിയുള്ള ദിലീപിനില്ല എന്ന് വേണം കരുതാൻ. പോട്ടെ, അതെല്ലാം പോട്ടെ. ഇത് ഇങ്ങനെ ഒരു ചോദ്യം, ഇങ്ങനെ ഒരു ഗൂഢാലോചന മഞ്ജു വാര്യർ പറയുന്നതിന് മുൻപായിട്ട് എനിക്ക് മനോവേദനയുണ്ട് പിന്നെ പൾസറിനെ പിടിച്ചതിൽ എന്നൊക്കെ ദിലീപ് പറഞ്ഞ് കത്തയച്ചു എന്നൊക്കെ പറയുമ്പം പ്രോസിക്യൂഷൻ ഇത്തരത്തിൽ ഒരുപാട് വേലകൾ പല കേസുകളിലും ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ആത്യന്തിക ഫലം എന്താ? ഈ അതിജീവിതകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടിട്ടുള്ള പെൺകുട്ടികൾക്ക് നീതി കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ്. യഥാർത്ഥ പ്രതിയിലേക്ക് എത്താനുള്ള യാതൊരു താല്പര്യവും പ്രോസിക്യൂഷനും ഇല്ല, ഈ പറയുന്ന സംവിധാനങ്ങൾക്കൊന്നുമില്ല. ഇവർക്ക് 8ാം പ്രതിയെ ഒരു ഹീറോയിക് പരിവേഷമല്ലേ പൾസർ സുനിക്കുള്ള 1ാം പ്രതിയാണ്. ഈ ക്രൂരകൃത്യം ചെയ്തിട്ടുള്ള ആളാണ് അയാൾ. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് അഡ്മിറ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം പ്രതികളെയൊന്നും മണികണ്ഠനെ അറിയണ്ട, മാർട്ടിനെ അറിയണ്ട, ഇവരാരെ അറിയണ്ട, 8ാം പ്രതിയെ പിന്നെ ഈ ടവർ ലൊക്കേഷന്റെയും ഈ പറയുന്ന 1-2 ലൊക്കേഷൻ ഫോട്ടോകളുടെയും അടിസ്ഥാനത്തിൽ തൂക്കിക്കൊല്ലണമെന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ആ ഒരു അജണ്ട അല്ലെങ്കിൽ ആ ഒരു ഹിഡൻ അജണ്ട ഉള്ളിടത്തോളം കാലം ഈ പറഞ്ഞിരിക്കുന്ന കുക്ഡപ്പ് സ്റ്റോറികൾ വളരെ അധികം ഉണ്ടാകും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസത്തെ പ്രമുഖ ചാനല് 28 സാക്ഷികൾ കൂറുമാറിയതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂറുമാറാൻ വേണ്ടിയിട്ട് സാക്ഷികളെ സ്വാധീനിച്ചിട്ട് തെളിവുകൾ പ്രോസിക്യൂഷന്റെ പക്കലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, 2 FIRകൾ ഈ നിർബന്ധിത സാക്ഷിയെ സ്വാധീനിച്ചതിന് ദിലീപിനെതിരെ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പാലക്കാട് നിന്ന് കാസർഗോഡുമാണ്. അപ്പൊ ഈ 2 കേസിന്റെ അടിസ്ഥാനത്തിൽ FIRകളുടെ അടിസ്ഥാനത്തിൽ ഇതേ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഈ പറയുന്ന വിചാരണ നടക്കുന്ന കോടതിയിൽ 2 അപേക്ഷകൾ ഈ പറഞ്ഞിരിക്കുന്ന ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷൻ കൊടുക്കുകയുണ്ടായി. വളരെ കൃത്യമായിട്ട് ആ വിധി എന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൊക്കെ പബ്ലിക്കായിട്ട് തന്നെ മുഴുവൻ വിധിയുടെ പകർപ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഏതെങ്കിലും ആളുകളെ ദിലീപ് സ്വാധീനിച്ചതിനോ എവിഡൻസ് സ്റ്റാമ്പ് ചെയ്തതിനോ ഒരു തെളിവും നാളെ ഇതുവരെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്നിരിക്കെയാണ് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ടുള്ള ഈ ചർച്ചകൾ, അതായത് ഇന്ന സാക്ഷികളെ സ്വാധീനിച്ചു, ഇന്ന ആളുകൾ കൂറുമാറാൻ വേണ്ടി ദിലീപ് ഇടപെട്ടു എന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ വരുന്ന കുറച്ചെങ്കിലും ലോജിക്കുള്ള ഒരു കഥയൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെയും ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നത് നമ്മുടെ ഫ്രാങ്കോ പിതാവിന്റെ കേസിൽ ആ മെഡിക്കൽ രേഖകൾ തിരുത്തിയതിൽ ഒരു വലിയ ബ്ലണ്ടർ പ്രോസിക്യൂഷന് പറ്റി. അതായത് മെഡിക്കൽ രേഖകൾ ആ മെഡിക്കൽ രേഖ കാർബൺ കോപ്പി വെച്ചിട്ടായിരുന്നു എഴുതിയിരുന്നത്. അപ്പൊ ഈ തിരുത്തിയ രേഖയിൽ
അടിയിൽ കാർബൺ കോപ്പി വെക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പൊ ആ തിരുത്തിയ രേഖ മാത്രമാണ് കോടതിയിലെത്തിയത്. പിന്നീട് കാർബൺ കോപ്പി ഈ പറഞ്ഞിരിക്കുന്ന പ്രതിഭാഗം കോടതിയിൽ എത്തിച്ചപ്പോഴാണ് ഇത്തരത്തിൽ വലിയൊരു തിരുത്തൽ ഇതിലുണ്ടായിട്ടുണ്ട്, അട്ടിമറി ഉണ്ടായിട്ടുണ്ട്, ഫോർജറി ഉണ്ടായിട്ടുണ്ട്, വ്യാജരേഖ ചമക്കൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുകയും ബാങ്ക് ഓഫ് ബറോഡ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ അവിടെയും അതിജീവിതമാർക്കാണ് പോയത്. അവരുടെ നീതിയാണ് ചോദ്യചിഹ്നമായത്. അപ്പം പ്രോസിക്യൂഷൻ നമ്മൾക്ക് പൊതുവെ ഒന്ന് പറയുകയാണെങ്കിൽ അന്നേ അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന ഭയം ദിലീപിന് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാവുകയല്ലേ മുഖ്യമന്ത്രിക്ക് അയച്ച കത്ത് ഉൾപ്പെടെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ? അല്ല, ഞാൻ അവിടെ അതിന്റെ ഒരു ലോജിക്കാണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയട്ടെ, ഒരാളൊരു റേപ്പ് കൊട്ടേഷൻ, അതും ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത റേപ്പ് കൊട്ടേഷൻ ആവട്ടെ, ഒരു ക്രിമിനൽ കോൺസ്പിറസി നടത്തി ഇന്നാളെ പോയി റേപ്പ് ചെയ്തിട്ട് വരണം, തനിക്ക് ഇത്ര പൈസ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിവൈരാഗ്യത്തിന്റെയും ഒരു കുടുംബ പ്രശ്നത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അങ്ങനെ കൊടുത്തു എന്ന് തന്നെ വെക്കുക. അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരാള് ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുടൻ പണം കൊടുത്തത് സെറ്റിൽ ചെയ്ത് അറിയാതിരിക്കുക എന്നുള്ളതല്ലേ ചെയ്യുക. അപ്പൊ ഇവിടെ ആ പൈസ കിട്ടാത്തത് കൊണ്ടാണല്ലോ പൾസർ സുനി ജയിലിൽ ഇരുന്ന് കത്ത് എഴുതുകയും ദിലീപ് അതിനോട് പൈസ ആവശ്യപ്പെടുകയും ഇതുകൊണ്ട് കൊടുത്തിട്ട് പൈസ മേടിക്കണം എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുള്ളത്. അപ്പം അത്രയും പമ്പര വിഡ്ഢിയൊന്നുമല്ലല്ലോ ഇത്തരത്തിലൊരു കൊട്ടേഷൻ കൊടുത്തതിന് ശേഷം മുഴുവൻ പൈസയും കൊടുക്കാതെ പറ്റിക്കേണ്ട കാര്യം ദിലീപിനില്ലല്ലോ. ഇനി അതും പോട്ടെ, വാദത്തിന് വേണ്ടി അതും നമുക്ക് മാറ്റിവെക്കാം. ഈ ഒരു വലിയ കോൺസ്പിറസി നടത്തിയതിനു ശേഷം പൾസർ സുനിയെ പിടിച്ച് പൾസർ സുനിയെ അറസ്റ്റ് ചെയ്ത് അതിൽ ക്രിമിനൽ കോൺസ്പിറസി ഉണ്ടെന്ന് ആരും പറയുന്നതിനൊക്കെ മുമ്പ് തന്നെ ആരെങ്കിലും ചെയ്യുന്നൊരു പണിയാണോ? ഏതെങ്കിലും മിനിമം ബോധം ഉള്ള ഒരാൾ ചെയ്യുന്ന പണിയാണോ സംസ്ഥാന DGPനെയും മുഖ്യമന്ത്രിക്ക് എന്താണ് റോൾ ഇതിൽ? എനിക്ക് മനോവിഷമം ഉണ്ടായി, പൾസർ സുനിയെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ മുഖ്യമന്ത്രിക്ക് മെസ്സേജ് അയക്കുകയാണ് രാവിലെ ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം. ഇത്രയും ലോജിക് ഇല്ലാത്ത, ഇത്രയും കോമൺ സെൻസ് ഇല്ലാത്ത, ഇത്രയും വലിയ ഒരു കോൺസ്പിറേറ്റർ ഞാൻ ആദ്യമായിട്ട് കാണാൻ, ഇത്രയും വലിയ റേപ്പ് കൊട്ടേഷൻ കൊടുക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാം. അപ്പൊ പ്രോസിക്യൂഷന്റെ ഇത്തരം തട്ടിപ്പുകൾ, ഇത്തരം ഗിമ്മിക്കുകൾ, ഇതെല്ലാം ഡിഫൻസ് കൃത്യമായിട്ട് കോടതിയിലെ വിചാരണയിൽ പൊളിച്ചടുക്കിയിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ പുറത്തു കൊണ്ടുവന്ന് വീണ്ടും ഈ വിധി വരുന്നത് വരെ ഒന്നുകൂടെ അങ്ങ് അലക്കിക്കളയാം, ഇയാളുടെ ഒരു ഇമേജിനെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി ഇയാൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നതും അതാണ്, ഇതും കൂടെ അങ്ങ് കിടക്കട്ടെ എന്നുള്ള രീതിയിൽ എന്തായാലും ഇനി ഒരു 24 മണിക്കൂറോ 48 മണിക്കൂറോ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതിന് മുമ്പായിട്ട് പരമാവധി ഏതൊക്കെ രീതിയിൽ ഒരാളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ ആ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ആ രീതിയിലുള്ള എല്ലാ ശിക്ഷകളും അതിനുള്ളിലാവട്ടെ. ഇനി അഥവാ ഇദ്ദേഹത്തെ വെറുതെ വിടുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയെങ്കിലും ഇവിടെ ഇരിക്കട്ടെ എന്നുള്ള ഒരു ധാരണയിൽ ചെയ്യുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഒരു റിലവൻസും ഈ പുറത്തു വന്നു എന്ന് പറയപ്പെടുന്ന കത്തിനോ ഈ കൂറുമായി എന്ന് പറയപ്പെടുന്ന വാർത്തകൾക്കോ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടെ, ഇപ്പൊ നിലവിൽ ഈ ഒരു കത്ത് അത് നാളത്തെ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റന്നാൾ വിധി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു വിധിയിൽ എന്തെങ്കിലും മാറ്റം വരാനുള്ള ഒരു സാധ്യത ഈ കത്തിന് സാധിക്കുമോ? കത്തുകൊണ്ട് അവിടെയാണ് ഈ ക്രിമിനൽ ട്രയലില്, ക്രിമിനൽ ജുറിസ്പ്രുഡൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പൊതുവിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ 120B എന്ന് പറയുന്ന ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്ന വകുപ്പ്, അതായത് കുറ്റകരമായ ഗൂഢാലോചന, ഈ ഗൂഢാലോചനയുടെ എൻഡ് റിസൾട്ട് കൊലപാതകമോ ബലാത്സംഗമോ ഒക്കെ ആവാം. അത്തരം ഒരു ക്രൈമിന്റെ ഗൂഢാലോചന എന്ന് പറയുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണ് ദിലീപിന് മുകളിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് പൾസർ സുനി എന്ത് ചെയ്തോ അതേ കുറ്റം തന്നെയാണ് ഈ ക്രിമിനൽ കോൺസ്പിറേറ്റർ, മുഖ്യ കോൺസ്പിറേറ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നിയമം പറയുന്നത്. അപ്പോൾ അതേ ശിക്ഷ ആണ് കോൺസ്പിറേറ്റർക്കും കിട്ടുക, ഒന്നാം പ്രതിക്ക് കിട്ടുന്ന അതേ ശിക്ഷയാണ്. അത്രയും വലിയൊരു കേസ് ഈ ക്രിമിനൽ ട്രയലിന്റെ ഭാഗമായിട്ട് കോടതിയിലേക്ക് എത്തുമ്പം വലിയ ഹെർക്കുലിയൻ ടാസ്ക് ആണ് അത് തെളിയിക്കുക എന്നുള്ളത്. രണ്ടാമത് ഈ കേസ് അറ്റ് ഹാൻഡ്, ഈ ഒരു കേസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കേസിൽ യാതൊരുവിധ തെളിവുകളും തുടക്കം മുതലില്ലാന്നേ. ഈ പറഞ്ഞ പോലെ തന്നെ മൊബൈൽ ടവറുകളുണ്ട്, ലൊക്കേഷൻ നിൽക്കുന്ന എന്ന് പറയപ്പെടുന്ന 2-3 സ്റ്റില്ലുണ്ട്. എന്തിനേറെ ഇതിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള മെമ്മറി കാർഡ് എവിടെ? ഇതിന് മെമ്മറി കാർഡ് എവിടെ? യഥാർത്ഥ മെമ്മറി കാർഡ് എവിടെ? കോപ്പി ചെയ്തിട്ടുള്ള ഒരു മെമ്മറി കാർഡാണല്ലോ ഇപ്പോൾ ഉള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അത് കണ്ടെത്താനോ ശരിയായ കോൺസ്പിറേറ്ററിലേക്ക് പോകാനോ ശരിയായ പ്രതിയിലേക്ക് പോയി കൃത്യമായിട്ട് കേസ് ട്രൈ ചെയ്യാനോ അല്ലേ പ്രോസിക്യൂഷൻ ശ്രമിക്കേണ്ടത്? പക്ഷെ പ്രോസിക്യൂഷന്റെ ഒരേ ഒരു ഉദ്ദേശം ദിലീപിനെ ഏതെങ്കിലും രീതിയിൽ ഇതിൽ കൺവിക്ട് ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പൊ ഈ കത്ത് ഈ കേസിന്റെ എൻഡ് റിസൾട്ടുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ അറിയാൻ വളരെ കൃത്യമായിട്ട് ഒരു ചെയിൻ ഓഫ് എവിഡൻസ് ഇതിലില്ല.
അതായത് ഏതെങ്കിലും ക്രിമിനൽ കേസിൽ ഒരു പ്രതിയെ ശിക്ഷിക്കണമെങ്കിൽ കൺവിക്ഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവിടെയും ഇവിടെയും അപ്പുറത്തും ഒക്കെ ഓരോ എവിഡൻസുകൾ ഉണ്ടായിട്ട് കാര്യമില്ല. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസോ ഡിജിറ്റൽ എവിഡൻസുകളോ ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു ചെയിൻ ഓഫ് എവിഡൻസ് വേണം. ഒരു എവിഡൻസ് മറ്റൊരു എവിഡൻസിനെ കൊറോബറേറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ചെയിൻ ഓഫ് എവിഡൻസ് ഉണ്ടാവണം. അതിന്റെ ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലുള്ള പൂർണ്ണമായ ഒരു ബോധ്യം കോടതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അതിന് പറ്റാതെ വരുമ്പോൾ, ഈ ചെയിൻ ഓഫ് എവിഡൻസ് കിട്ടാതെ വരുമ്പോൾ, ഈ ഒന്ന് മറ്റൊന്നിനെ കൊറാബറേറ്റ് ചെയ്യാതെ വരുമ്പോൾ ഇവർക്ക് ഈ കണ്ണിയെ ബന്ധിപ്പിക്കാൻ വേണ്ടി ചില മെറ്റീരിയൽ എവിഡൻസുകൾ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ചില സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസുകൾ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ഡിജിറ്റൽ രേഖകൾ ആവശ്യമുണ്ട്. അപ്പം ആ ചെയിനിനെ ബന്ധിപ്പിക്കാൻ, ഒരു കണ്ണി മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ക്രിമിനൽ കേസ് ഈ പറഞ്ഞ പോലെ തന്നെ പരാജയപ്പെടും. അപ്പം അതുകൊണ്ട് ആ ചെയിനിനെ ബന്ധിപ്പിക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ ഉണ്ടാക്കി ഒരു കാര്യമാണിത്. പക്ഷെ അതിലും കുറച്ച് ലോജിക്കെങ്കിലും പറഞ്ഞില്ലേ, മണ്ടത്തരം ചെയ്യാൻ ആണെങ്കിൽ പോലും കുറച്ചൊക്കെ ബുദ്ധി വേണ്ടേ എന്ന് ചോദിക്കുന്ന പോലെ ഉള്ള ഒരു മറുചോദ്യം ചോദിക്കാൻ എനിക്കതിൽ കഴിയുന്നുള്ളൂ. കാര്യം അതിനൊരു റിലവൻസും ഈ ട്രയലുമായിട്ടില്ല. അതിന് ഏതെങ്കിലും രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ വിധിയെ അത് സ്വാധീനിക്കുകയും ചെയ്യില്ല. ശരി, വളരെയധികം നന്ദി ശ്രീജിത്ത് പെരുമന ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വിധി വരുന്നതുവരെ നമുക്ക് കേൾക്കാം. ഇതിനിടയിൽ തന്നെ ഈ കത്തൊക്കെ ഏത് തരത്തിലാണ് ആ വിധിയെ ബാധിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ഘടകമായി വരുമെന്ന് തന്നെ നമുക്ക് നോക്കിക്കാണേണ്ട പ്രധാന വിഷയം തന്നെയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ സാമൂഹ്യ പ്രവർത്തക ശ്രീമതി ധന്യാരാമൻ കൂടി ചേരുന്നുണ്ട്. ശ്രീമതി ധന്യാരാമൻ, ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ വിധി പ്രസ്താവനത്തിന് ഇനി 2 നാൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതിനിടയിലാണ് നടൻ ദിലീപ് മുഖ്യമന്ത്രിക്ക് അയച്ച ഒരു കത്ത് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. തെറ്റ് ചെയ്യാത്ത താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിനാണെന്നാണ് മെസ്സേജ് പോയിരിക്കുന്നത്. അപ്പോൾ ദിലീപ് തന്നിലേക്ക് ഒരു അന്വേഷണം എത്തുമെന്നൊരു ഭയം കൊണ്ടാണോ ഇത്തരത്തിൽ മുൻകൂട്ടി ഒരു കത്ത് അയച്ചതെന്ന് ഒരു ചോദ്യം. മാത്രമല്ല, ഇതും നാളത്തെ വിധി വരുന്നതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ വിധി എങ്ങനെ നോക്കണമെന്നും അറിയേണ്ടതുണ്ട്. അതെന്തായാലും കോടതിയുടെ നിരീക്ഷണത്തിലാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു കത്തിന്റെ വിവരം അത് നിർണായകമാണെന്ന് കരുതപ്പെടുന്നു. നിലവിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നീതി ഇരയ്ക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മള് എല്ലാവരും വളരെ പ്രാധാന്യത്തോടെ ഉറ്റുനോക്കുന്ന ഒരു കേസാണ്. കാരണം നമ്മള് കാലം 2025 നിൽക്കുവാണ്. നിയമ സംവിധാനങ്ങൾ എങ്ങനെയാണ് ഇത്തരം കേസുകളോട് പ്രതികരിക്കുന്നത്, എങ്ങനെയാണ് ശിക്ഷ വിധിക്കുന്നത്, നമ്മളെല്ലാവരും അത്രയും ഇതായിട്ട് നിൽക്കുവാണ്. ഈ നിയമവശങ്ങൾക്ക് അല്ലെങ്കിൽ നീതി നടപ്പിലാക്കുന്നവർക്ക് എന്തെങ്കിലും അപജയം സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും ഇവരിത് പരിഹരിക്കുക, ഇത് ഏറ്റവും കൂടുതൽ സാമ്പത്തികം ഉള്ള ഒരു വിഭാഗമാണ് അപ്പുറത്തുള്ളത്. അപ്പൊ എങ്ങനെ നിയമ സംവിധാനങ്ങൾ ഇത് വിലക്കെടുക്കുമോ, അതിനുള്ള സാധ്യതയുണ്ടോ, ഒരു സാധാരണക്കാരന്റെ സംശയങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഏത് രീതിയിൽ ഇതിനെ കോടതി ഇതിനെ ജഡ്ജ് ചെയ്യും എന്നുള്ളത്, എങ്ങനെ വിധിക്കും എന്നുള്ളതൊക്കെ നമ്മൾ എല്ലാവരും നോക്കി നിൽക്കുന്ന ഒരു കേസ് തന്നെയാണ്. ഏറ്റവും പ്രമാദമായിട്ടുള്ള ഒരു കേസാണ്. കാരണം അത്രയും സ്വാധീനങ്ങൾ ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. 25ഓളം സാക്ഷികൾ കൂറുമാറിയിട്ടുണ്ട്. എല്ലാവരെയും പൈസ എറിഞ്ഞ് വേറൊരു വഴിക്ക് ഡൈവേർട്ട് ചെയ്യിപ്പിച്ച ഒരു കേസാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് എന്താവും എന്നുള്ളത് കണ്ടറിയണം. നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ അതാണ്. കാരണം ഇപ്പം നേരത്തെ ഒരു ആരോ സംസാരിച്ചു, അപ്പൊ പറഞ്ഞ് ചെയിൻ ഓഫ് എവിഡൻസ് വേണം എന്നുള്ളതാണ് പറഞ്ഞത്. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇവരൊക്കെ അഭിനയിക്കുന്ന സിനിമകളും സംവിധാനം ചെയ്യുന്ന സിനിമകളൊക്കെ അവര് എങ്ങനെ ഒരു കുറ്റകൃത്യത്തെ ഇല്ലാതാക്കാം, അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്താൽ എങ്ങനെ അത് കണ്ടുപിടിക്കാതിരിക്കാം, ആ തരത്തിലുള്ള സ്റ്റോറീസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോറീസ്, ഇവരുടെയൊക്കെ തലച്ചോറ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള സിനിമ ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഫീൽഡിലൊക്കെ അവർക്കറിയാം എങ്ങനെ അവർ ചെയിൻ ഓഫ് എവിഡൻസ് വെച്ചിട്ടായിരിക്കും അവരൊരു കുറ്റകൃത്യം ചെയ്യുന്നത്. അവരൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അത് ഇപ്പോഴും ഈ വക്കീൽമാരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ നമുക്ക് സത്യത്തിൽ വിഷമം തോന്നുന്നു. അങ്ങനെ ഈ ഒരു കുറ്റകൃത്യം വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്തതാണ്. അതിൽ ഒരാളുടെ സ്റ്റേറ്റ്മെന്റിലൂടെയാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടക്കാൻ സാധ്യതയുണ്ട് അതിലേക്ക് വഴിതിരിയുന്നത്. പിന്നീടാണ് അതിന്റെ പുറകെ പോലീസും ബാക്കി എവിഡൻസ് കളക്ഷനും ഒക്കെ പോകുമ്പോഴാണ് ഈ കേസ് ഇവിടെ ഇത്രയും എത്തി നിൽക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു സാക്ഷിയായിരുന്ന ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു പോയി. അദ്ദേഹം ഇല്ലാത്തത് ഒരു കുറവായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. കാരണം അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് വളരെ ലൈവായി നിന്ന് ബാക്കി കാര്യങ്ങൾ കൂടെ അദ്ദേഹം തെളിവുകളൊക്കെ കണ്ടെത്തിയേനെ. അദ്ദേഹമാണ് ഈ കേസിനെ ഒന്നും കൂടെ വേറൊരു തലത്തിലേക്ക് എത്തിച്ചത്. പിന്നെ അതിനു മുമ്പേ മാധ്യമപ്രവർത്തകർ അവരാണ്. ഇപ്പൊ മാധ്യമപ്രവർത്തകരൊന്നും ഇത്തരത്തിലുള്ള വാർത്ത ഇത്രയും കൊടുത്തില്ലായിരുന്നു ഈ കേസൊക്കെ എന്നെ തേച്ചു മായ്ച്ചു പോയേനെ. നമ്മുടെ തലമുറകളൊക്കെ എങ്ങനെ ജീവിക്കും, ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ വിശ്വസിച്ച് എങ്ങനെ ജീവിക്കും? ഇതിനെ കോടതിയുടെ ആ ഒരു മൈൻഡ് എങ്ങനെ ജഡ്ജ്
ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാ, അതാണ് ഞാൻ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇരയ്ക്ക് നീതി കിട്ടണം, അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഇവർ ഈ കേസിനെ കൈകാര്യം ചെയ്തത്. ഈ മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസൊക്കെ വന്നപ്പോൾ നിങ്ങൾ ഓർത്തു നോക്കിയേ, ഏതെങ്കിലും ഒരു ആദിവാസിയാണെങ്കിൽ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുമോ? ഒരു മരത്തിന്റെ തൊലിയെടുത്ത ഒരു ആദിവാസി 1.5 വർഷം ജാമ്യം ഇല്ലാതെ ജയിലിൽ കിടന്നു, ഫോറസ്റ്റിന്റെ ജയിലില്. അതുപോലെ 1800ഓളം ആദിവാസികളെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ജയിലിൽ അടച്ചിട്ടുണ്ട് വനം വകുപ്പ്. അപ്പൊ ഇത്രയും ഒരു 5 ആനക്കൊമ്പും ഇത്രയും 19 ചന്ദ്രശില്പങ്ങളും കയ്യിൽ വെച്ച ആള് എത്ര നിസ്സാരമായിട്ടാണ് അവർക്ക് വേണ്ടി പ്രത്യേക നിയമം ഉണ്ടാക്കി, സെൻട്രൽ ഗവൺമെന്റ് പ്രത്യേക ഓർഡർ ഇറക്കി. അപ്പൊ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പൊ അതേ സാമൂഹിക സാഹചര്യങ്ങളിൽ വരുന്ന ഈ പ്രതികള് അല്ലെങ്കിൽ പ്രതിഭാഗത്ത് നിൽക്കുന്ന ആൾക്കാര് എങ്ങനെയാണ് ഇതിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുമോ, അല്ലെങ്കിൽ അതിനെയാണ് ഞാൻ ഉറ്റുനോക്കുക. ഇന്നലെ നോക്കുമ്പോൾ സുപ്രീം കോടതിയിലെ ഒരു IT കമ്പനി ഉടമയുടെ കേസ് വേണമെങ്കിൽ അത് സെറ്റിൽ ചെയ്യാനാണ് സുപ്രീം കോടതി വരെ പറയുന്നത്. ഒരു അതിജീവിതയോട് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കോടതികളെ എനിക്ക് ഭയങ്കര പേടിയാണ് ഇപ്പൊ വന്ന് ആ പഴയ ഒരു വിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നില്ല. അതിക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിക്ക്, എന്നിട്ട് ആ പെൺകുട്ടിയുടെ ഓവറി ടെസ്റ്റ് ചെയ്തിട്ട് അവൾ ആക്കുളം പാലത്തുനിന്ന് മരിക്കാനായിട്ട് താഴോട്ട് ചാടി. അങ്ങനെയുള്ള പെൺകുട്ടിയെ റേപ്പ് ചെയ്ത കേസിലെ പ്രതിക്ക് നെടുമങ്ങാട് SC കോടതി ജാമ്യം കൊടുത്തിരിക്കുവാണ്. അപ്പൊ ഈ കോടതി സംവിധാനങ്ങളിൽ നമുക്ക് വിശ്വാസമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു പേർക്ക് നീതി കിട്ടുന്നുണ്ട്, കുറെ പേർക്ക് ഇതിനകത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ഈ ജാമ്യം ലഭിച്ചു? ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ വിക്ടിംസിന് പിന്നെ വീണ്ടും ഭീഷണിയാണ്. അപ്പൊ എതിർഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ ഭയങ്കര സാമ്പത്തികമുള്ളവരാണ്, കുഴൽപ്പണ കടത്തുകാരാണ്, സ്വർണ്ണക്കട്ടി കടത്തുന്നവരാണ്. അതൊന്നും കോടതിക്ക് പ്രശ്നമല്ല. വിത്ത് എവിഡൻസ് അവരുടെ പ്രതിയുടെ വീട് റെയ്ഡ് ചെയ്ത് പിസ്റ്റളുകളുടെ ബാക്കി പാർട്സ് ഒക്കെ കിട്ടിയിരിക്കുന്നു. അത്രയും കാര്യങ്ങൾ നിലനിൽക്കെ ഒരു പ്രതിക്ക് ജാമ്യം കൊടുത്ത കോടതിയാണ്. പിന്നീടാണ് ഞാൻ ഈ കോടതിയെ കുറിച്ച് അന്വേഷിച്ചപ്പോഴും അവിടെ ഒന്നും ഒരു കേസും നടക്കുന്നില്ല. എല്ലാ പ്രതികൾക്കെല്ലാം ജാമ്യം കിട്ടുന്നു, ഒരു കേസും ശിക്ഷിക്കപ്പെടുന്നില്ല. അപ്പൊ കോടതികൾക്ക് അപജയം സംഭവിച്ചിട്ടുണ്ട്. അതിനെയാണ് ഞാൻ ഈ കാലഘട്ടത്തിൽ എങ്ങനെ നീതി നടപ്പിലാക്കാനായിട്ട് ഈ ജഡ്ജിമാരും അല്ലെങ്കിൽ ഈ ഒരു വിഭാഗം, ഈ ഒരു നിയമവിഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ അഡ്മിനിസ്ട്രേഷനും നിയമവും ജനാധിപത്യവും കൂടുന്നതാണല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഈ നിയമവിഭാഗം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീമതി ധന്യരാമൻ ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല. എന്തായാലും പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വിധി തന്നെയാണ് 8-ാം തീയതിക്കുള്ളത് വരാൻ പോകുന്നത്. എന്തായാലും നടിയെ ആക്രമിച്ച കേസിൽ എന്താകും വിധി എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിലെ വിവരങ്ങളും പുറത്തു വരുന്നത്. കേസിൽ ദിലീപിന്റെ പേര് ഉയരുന്നതിന് മുൻപായിരുന്നു മുഖ്യമന്ത്രിക്ക് സന്ദേശം അയച്ചത്. ചില സന്ദേശങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ദിലീപ് അയച്ചിരുന്നതായി വിവരമുണ്ട്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് നിർണായക ഒരു തെളിവാകുമോ, അല്ലെങ്കിൽ ഈ ഒരു കത്തിന്റെ ഉദ്ദേശം എന്താണ് എന്നറിയാനുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കാം ഇനിയും നടക്കാൻ പോകുന്നത്. ഈ ഒരു വിധി വരുമ്പോൾ കോടതി ഇതും നിരീക്ഷിക്കാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ്. അതുമാത്രമല്ല, ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഒരു ശുഭപ്രതീക്ഷയിൽ ഇരയുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ, മറുഭാഗത്ത് ഭാഗത്ത് നിൽക്കുമ്പോൾ പ്രതികളുടെ മാത്രമല്ല ദിലീപ് എന്നൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ചും ഇതിന് വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണങ്ങളും വരുന്നുണ്ട്. എന്തായാലും നടിയെ ആക്രമിച്ച കേസിൽ വിധി വരുമ്പോൾ ദിലീപിൻ്റെ കത്തിൽ എന്തൊക്കെയാകും ഉൾപ്പെടുന്നത് എന്ന് തന്നെയായിരിക്കാം ഇനി അറിയേണ്ടത്. മാത്രമല്ല, വരും മണിക്കൂറുകൾ ഇനിയും നിർണായകമായി കൊണ്ടിരിക്കുകയാണ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.